ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇൻഫിനിക്സിൻ്റെ നോട്ട് 50X ഇപ്പോൾ ഒരു 10K തൊട്ടൊരു 12K റേഞ്ചിൻ്റെ അകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുന്ന ഒരു ഉഗ്രനായിട്ടുള്ള മോഡലാണ്. ഞാൻ നോർമലി ഇൻഫിനിക്സിൻ്റെ ഫോൺസ് ഒന്നും അങ്ങനെ വീഡിയോസ് ചെയ്യാറില്ല, റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പം വന്നിട്ടുള്ള ഫോൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നോർമലി അതിൻ്റെ UI ഒക്കെ ഭയങ്കര അത്ര ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള UI അല്ല ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഉള്ള ആൻഡ്രോയിഡ് 15 വന്നതിന് ശേഷം XOS ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റും കാണാൻ തന്നെ നല്ല രസവും നല്ലൊരു യൂസർ എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർവീസ് സെൻ്ററൊക്കെ എവിടെ കിട്ടും എന്നുള്ളത് മെയിൻ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതിൻ്റെ ഒരു കാര്യം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് പോയിൻ്റ് ഫോൺസൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ, എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഈ ഒരു ഫോൺ 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ബേസ് മോഡൽ വന്നിട്ട് 6GB 128GB ആണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 11,499 ആണ്. ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ 1000 രൂപയുടെ ഒരു ബാങ്ക് ഓഫർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 10,499 ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. സെക്കൻഡ് വേരിയൻ്റ് എന്ന് പറയുന്നത് 8GB 128GB ആണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 12,999 ആയിട്ടാണ് വരുന്നത്. 11,500 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ ആക്ച്വൽ പ്രൈസ്. ഇപ്പോൾ ഓഫറിലാണെങ്കിൽ 10,500 കിട്ടുന്നുണ്ട്. അതാണ് പ്രൈസ്. ഇതിൻ്റെ ഡിസൈൻ വൈസ് 3 കളേഴ്സിൽ ഈ ഫോൺ വരുന്നുണ്ട്. ഒരു ഗ്രീൻ വരുന്നുണ്ട്, ഒരു പർപ്പിൾ വരുന്നുണ്ട്, ഒരു ഗ്രേ കളർ കൂടെ വരുന്നുണ്ട്. 3 അത്യാവശ്യം നല്ല കളേഴ്സ് തന്നെയാണ്. ബാക്ക് ഡിസൈൻ കാണാൻ എങ്ങനെയുണ്ട് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാണാൻ അത്യാവശ്യം കൊള്ളാം. ഈ റേഞ്ചിൽ നോക്കുമ്പോൾ ഒരുപാട് ക്യാമറ ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും ക്യാമറയല്ല, ഒരു ഹാലോ ലൈറ്റൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. അതായത് ചാർജ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരും സമയത്ത് ആ ഒരു ലൈറ്റ് ഇങ്ങനെ കത്തും, അത്രയേ ഉള്ളൂ. ഓരോരോ ബ്രാൻഡ് ഓരോരോ പേരിൽ വിളിക്കുന്നതെന്നുള്ളൂ, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. ബാക്കിലൊരു IR ബ്ലാസ്റ്ററൊക്കെയാണ് വരുന്നത്. കാണാൻ കൊള്ളാം കേട്ടോ, വലിയ കുഴപ്പമൊന്നും പറയാനില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. വെയിറ്റ് ആണെങ്കിൽ 196 ഗ്രാം വെയിറ്റും 8.2 mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം വെയിറ്റും തിക്നെസ്സൊക്കെ വരുന്നുണ്ട്. ആക്ച്വൽ ഡിസൈൻ വൈസ് കൊള്ളാം, കുഴപ്പമൊന്നും ആ കാര്യത്തിൽ പറയാനില്ല. IP64 റേറ്റിംഗ് അടക്കം കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സൈഡ് മൗണ്ട് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഈ ഒരു ഫോണിന് വരുന്നത്. ഹൈബ്രിഡ് ആയിട്ടുള്ള സ്ലിം സ്ലോട്ടാണ് വരുന്നത്. ഒരേ സമയത്ത് 2 സിമ്മ് അല്ലെങ്കിൽ ഒരു സിമ്മ് ഒരു മെമ്മറി കാർഡൊക്കെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുമുണ്ട്. മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് അടക്കം വരുന്നുണ്ട്. സോ ബിൽഡും ഡിസൈൻ വൈസും ഈ പ്രൈസ് പോയിന്റിൽ കണ്ടുവരുന്ന രീതിയിൽ ആ റേഞ്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും ആ റേഞ്ചിൽ പറയാനേ ഇല്ല. ദെൻ ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ച് വരുന്ന 120 Hz ഉള്ള ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. 672 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 560 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് ആയിട്ടാണ് വരുന്നത്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ചോളായിട്ട് തന്നെയാണ് സെൽഫി ക്യാമറയും കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ബെസലൊക്കെ വരുന്നുണ്ട്. ഡിസ്പ്ലേ വൈസ് ഈ റേഞ്ചിൽ ഫുൾ HD ഡിസ്പ്ലേയുള്ള ഫോൺസ് ഉണ്ട്. എന്നാലും ഒരു നോർമൽ ഡിസ്പ്ലേ സെറ്റപ്പ് എന്തായാലും എല്ലാ ഫോണിലും ആകപ്പാടെ മോട്ടോ G35 മാത്രമേ ഫുൾ HD വരുന്നുള്ളൂ. ബാക്കി എല്ലാ ഫോണും HD ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ വൈസും നല്ല ഡിസ്പ്ലേ ഇതിന് വരുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നും പറയാനില്ല. ഫുൾ HD ഇല്ല എന്നുള്ളത് മാത്രമാണ് ഒരു മൈനസ് പോയിൻ്റ് ആയിട്ട് പറയാനുള്ളത്. അത് ഒഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ ക്യാമറ വൈസ് ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറയാണ് വരുന്നത്. 8 MB സെൽഫി ക്യാമറ. റിയർ ക്യാമറയിൽ 4K 13 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സെൽഫി ക്യാമറയിൽ 2K തന്നെ നമുക്ക് സെൽഫി വീഡിയോസും എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതൊരു സ്പെഷ്യാലിറ്റി ഉള്ള കാര്യമാണ്. കാരണം ബാക്കിയുള്ള എല്ലാ ഫോണിലും സെൽഫി ക്യാമറയിൽ ഫുൾ HD മാത്രം സപ്പോർട്ട് ചെയ്യാറുള്ളൂ. ഇതിൽ 2K റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ക്യാമറ എങ്ങനെയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോ സാമ്പിളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ഒക്കെ തന്നെ, അത്യാവശ്യം ഒരു ഡീസൻറ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. ഭയങ്കര വലിയ രീതിയിലൊന്നുമില്ല. ഈ റേഞ്ചിൽ ബാക്കിയുള്ള ഫോൺ പോലെ തന്നെ ഒരു ഡീസൻറ്റ് നല്ല ഫോട്ടോസും വീഡിയോസും കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരുപാട് ക്യാമറ ഫീച്ചേഴ്സൊക്കെ തന്നെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. സോ ക്യാമറ വൈസ് അങ്ങനെയാണ്. നിങ്ങൾ ക്യാമറ റിവ്യൂ സാമ്പിളൊക്കെ നോക്കിയിട്ട് മാത്രം പോയി എടുക്കാം കേട്ടോ. ഇതൊരു ക്യാമറ ഓറിയൻ്റ് ആയിട്ടുള്ള ഫോണായിട്ട് നോക്കണ്ട. അല്ലാത്ത രീതിയിൽ ബാക്കിയുള്ള നോർമൽ കാര്യങ്ങൾക്ക് നല്ലൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് പെർഫോമൻസ്. ഇതിൽ വരുന്നത് MediaTekൻ്റെ Dimensity 7300 അൾട്ടിമേറ്റ് എന്ന ചിപ്സെറ്റാണ് വരുന്നത്. ആൻഡ് സ്കോറൊക്കെ ആണെങ്കിൽ അറൗണ്ട് ഒരു 6,20,000 ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. ഈ റേഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. ലേറ്റസ്റ്റ് ആയുള്ള ആൻഡ്രോയിഡ് 15 ആണ്. XOS 15 ആയിട്ടാണ് വരുന്നത്. ഈ ഒരു XOS ഇപ്പോഴത്തെ 15 ബേസ് ചെയ്ത് വരുന്നത് കാണാം. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബാറൊക്കെ ആണെങ്കിൽ ഈ iOS ഒക്കെ പോലെയാണ്. പുതിയ സാംസങ്ങിൻ്റെ
One UI 7 പോലെയൊക്കെയാണ് തോന്നുന്നത്. എന്നാലും കാണാനൊക്കെ രസമുണ്ട്. UI ഭാഗത്ത് ആ ഒരു ആപ്പ് തുറന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ള ആനിമേഷനും ഭയങ്കരധികം ഫാസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓവറോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് UIയുടെ ഭാഗത്ത് വരുന്നുണ്ട്. നൈസായിട്ടുള്ള UI ആയിട്ടാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര അധികം അത്ര രസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അത് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. UIയുടെ കാര്യത്തിൽ നമുക്ക് വലിയൊരു ഇഷ്യൂ ഒന്നും പറയാനില്ല. ഒരുപാട് AI ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർക്കിൾ ടു സെർച്ച് ഒക്കെ തന്നെ ഈ പ്രൈസ് പോയിന്റ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയുള്ള എല്ലാ AI ഫീച്ചേഴ്സും ഈ പ്രൈസ് പോയിന്റിൽ വരുന്നുണ്ട്. ഗെയിമിംഗ് ആണെങ്കിലും BGM ഒക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 60 FPS കളിക്കാൻ വേണ്ടി പറ്റും. ഫ്രീ ഫയർ ഒക്കെ ആണെങ്കിൽ മാക്സിമം സെറ്റിങ്സിൽ ഫ്രീ ഫയറും കളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും ഒരു പെർഫോമൻസ് ബേസ് എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബെസ്റ്റ് ഫോണാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ. ഇനി ബാറ്ററി ആണെങ്കിൽ 5500 mAh ബാറ്ററി വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. 10 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ്ങും ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ 11,500 രൂപയ്ക്ക് ഇതൊരു ബെസ്റ്റ് ഫോണാണ്. എല്ലാം കൊണ്ടും ഇതൊരു നല്ല ഫോണാണ്. അതായത് മെയിൻ ഡിസ്പ്ലേ ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും എല്ലാം കൊണ്ടും നൈസ് ഫോണാണ്. ഇൻഫിനിക്സ് ആയതുകൊണ്ട് ആ ബ്രാൻഡ് വെച്ച് പറയുകയാണെങ്കിൽ സർവീസ് ഇപ്പം ഞാൻ നോക്കിയ സമയത്ത് ഇപ്പോൾ എനിക്ക് മേജർ സിറ്റി അതായത് കണ്ണൂർ സർവീസ് സെൻറ്റർ വരുന്നുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സർവീസ് സെൻറ്റേഴ്സ് അത്യാവശ്യം നിയറസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ സർവീസ് സെൻറ്ററിൻ്റെ ഒരു ഇഷ്യൂവും ഞാൻ കാണുന്നില്ല. അതും പ്രോപ്പറായിട്ട് തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഓവറോൾ UIയുടെ കാര്യമാണെങ്കിലും നല്ല UIയും വരുന്നുണ്ട്. ബട്ട് നിങ്ങളെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം പോയി എടുത്താൽ മതി കേട്ടോ. എല്ലാത്തിൻ്റെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് കമ്പാരിസണും എല്ലാം നോക്കുക. ഈ പ്രൈസ് പോയിന്റ് നിങ്ങൾക്കത് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം പോയി എടുക്കുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.